പിതാവ് ആ ഇലക്ഷൻ്റെ ഡേറ്റ് ഞാൻ പിതാവ് എന്തെങ്കിലും ഒരു മരിയൻ ഇൻ്റർവെൻഷൻ ഈ കോൺക്ലേവിൽ തോന്നുന്നുണ്ടോ ആ ദിവസം നടന്ന ഒരു ഇലക്ഷനിൽ? കാരണം അന്ന് പിതാവ് എലക്ട് ചെയ്യപ്പെട്ടിട്ട് വന്ന ദിവസം മുംബൈ മാതാവിൻ്റെ കാര്യം പറയുകയും നന്മ നിറഞ്ഞവരെയും ചൊല്ലുകയും ചെയ്തിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു സവിശേഷതയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ കഴിഞ്ഞാലുള്ള ഒരു സ്ഥാനം. അത് ആദിമസഭയിൽ ഉണ്ടായിരുന്നല്ലോ, 12 അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതല്ലേ. അതുപോലെ എല്ലാ കോൺക്ലേവിലും എല്ലാ സഭയുടെ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മ. പിന്നെ പരിശുദ്ധ അമ്മ സഭയുടെ മാതാവാണെന്നുള്ള ആ അവബോധം കൂടുതലായിട്ട് തെളിഞ്ഞു വന്നത് 2-ാം വത്തിക്കാൻ കൗൺസിലാണ്. അതിനുശേഷമാണ് പോൾ 6-ാമൻ പാപ്പ പരിശുദ്ധ അമ്മയെ സഭയുടെ മാതാവായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ പിതാവിൽ ലയോ 14-ാമനിൽ ആ രൂഢമൂലമായിട്ടുള്ള ഒരു ആത്മീയതയാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യ സ്വഭാവം അത് അദ്ദേഹം തറച്ചു വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ മോട്ടോ തന്നെ തൊത്തുസ്തു, മുഴുവൻ നീ തന്നെ, നിന്നിൽ മുഴുവനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പാപ്പ. മാതാവിനോടായിരുന്നു സർവസ്വവും. ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥ്യത്തിൽ പാപ്പ ശുശ്രൂഷ നടത്തിയ ആളാണ്. സമാനമായ ഒരു ദർശനമാണ് നമ്മുടെ ഈ ലയോ 14-ാമനും ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അത് അദ്ദേഹത്തിന് ദൈവശാസ്ത്രത്തിൻ്റെ പഠനത്തിൽ നിന്നും അതുപോലെ തന്നെ പാപ്പാമാരുടെ ദർശനങ്ങളിൽ നിന്നുമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം പമ്പൈ മാതാവിൻ്റെ ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ഈ ശനിയാഴ്ച, ഇന്ന് ഞായറാഴ്ചയാണ്, ഈ ശനിയാഴ്ച അദ്ദേഹം മദർ ഓഫ് ഗുഡ് കൗൺസിൽ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു തീർത്ഥാടന ദേവാലയത്തിൽ പോയിരുന്നു. അത് റോമിൽ നിന്ന് പുറത്തുള്ള ഒരു സ്ഥലത്താണ്, സാരില് ഞാൻ ഓർമ്മിക്കുന്നില്ല, ആ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു, ചാപ്പലിൽ പ്രാർത്ഥിച്ചു, അവിടെയുള്ള സന്യാസിമാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതൊരു അഗസ്റ്റീനിയൻ. എനിക്കൊന്ന് പിതാവ് പറഞ്ഞൊരു കാര്യം ഓർക്കും. നമ്മുടെ ഈ റോബർട്ട് കർദിനാള് ഈ സുപ്പീരിയർ ജനറൽ ആയിരുന്നപ്പോൾ എലക്ട് ചെയ്യപ്പെട്ടിരുന്നു, സുപ്പീരിയർ ജനറലായിട്ട് അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷൻ്റെ. അപ്പം അതിന് ആ സമയത്തും ആള് ഇതുപോലെ നന്ദി പറയാൻ പോയിരുന്നു. കർദിനാളായിട്ട് എലക്ട് ചെയ്യപ്പെട്ടപ്പോഴും അവിടെ പോയിരുന്നു. അപ്പോൾ ഇതൊരു മൂന്നാമത്തെ ഒരു. പിന്നെ അവിടെ വെച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമൻ വിശുദ്ധനായ പാപ്പ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അദ്ദേഹം അവിടെ ചൊല്ലിയിരുന്നു. ആ പ്രാർത്ഥന സതുപദേശത്തിൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥന, മദർ ഓഫ് ഗുഡ് കൗൺസിൽ. അപ്പോൾ അത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് പാപ്പ ശുശ്രൂഷ ചെയ്തതുപോലെ തന്നെ ആ പ്രാർത്ഥന ചൊല്ലി ഈ നമ്മുടെ ഇളയ 14-ാമൻ പാപ്പായും തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ പിതാവ് തൻ്റെ കാലത്തുള്ള സഭാ ശുശ്രൂഷയെ മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. അത് സഭയിൽ തുടർന്നുള്ള പിതാക്കന്മാരുടെ ഒരു പാരമ്പര്യമാണ്, പാപ്പാമാരുടെ ഒരു പാരമ്പര്യം. ഞാൻ പിതാവ് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന എനിക്കൊരു ഗൂസ് ബമ്പ് പെട്ടെന്നൊരിത് വന്നു. അതായത് ലയോ 13-ാമൻ മാർപ്പാപ്പ അറിയപ്പെടുന്ന ഒരു മരിയൻ പോപ്പ് എന്നാണ്. അദ്ദേഹം എഴുതിയ 11 എൻസൈക്ലിക്കൽസ് എഴുതി മാതാവിനെ കുറിച്ച്, റോസറിയെക്കുറിച്ച്, മെയ് മാസത്തെക്കുറിച്ച്, ഒക്ടോബർ ഇതിനെക്കുറിച്ച്. അപ്പം ആ ലയോൻ്റെ പേരെടുക്കുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് മാത്രമല്ല, ഒരു പോപ്പുലർ ഭക്തി കൂടിയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിതാവ് പറഞ്ഞതുപോലെ രൂഢമൂലമായിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും. മാത്രമല്ല പിതാവ് അലി ജൻസാനോ എന്ന് പറയുന്ന ഈ തീർത്ഥാടന ദേവാലയത്തിലെ പരിശുദ്ധ സതുപദേശത്തിൻ്റെ മാതാവിൻ്റെ ആ ചിത്രവും ലയോ 14-ാമൻ പ്രത്യേകം എടുത്തു പറഞ്ഞ് ജനങ്ങളെ മാതൃഭക്തിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതല്ലേ? അതൊരു പുതിയൊരു അറിവാണ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതല്ലേ? അതെ. താങ്ക് യു പിതാവ്, ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതിനുശേഷം ലയോ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ തിരിച്ചു വരുന്ന വഴിക്ക് പ്രെഡിസസറിൻ്റെ അടുത്ത് പോയി എന്നങ്ങനൊരു. അത് ശരിയാണ്. തിരിച്ചു വരുന്ന വഴിക്കാണ് ഫ്രാൻസിസ് പാപ്പായുടെ കബറിടത്തിൽ, അത് നമുക്കറിയാവുന്നതുപോലെ മരിയ മജോറെ ദേവാലയത്തിലാണല്ലോ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഈ വെള്ള റോസപ്പൂവാണ്. അപ്പം നമ്മുടെ ലയോ 14 മാർപ്പാപ്പ കൊണ്ടുപോയതും ഒരു വെള്ള റോസപ്പൂവായിരുന്നു. എന്നിട്ട് പിന്നെ മറ്റേ സാലൂസ് പോപ്പുലർ റൊമാനി മാതാവിൻ്റെ അടുത്തും പോയി പ്രാർത്ഥിച്ചതായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടിരുന്നു.